പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 21:22 ദൈവത്തിൻ്റെ വചനം പറയുന്നു, അനാഥരെയും വിധവമാരെയും നമ്മൾ ക്ലേശിപ്പിക്കരുത്, പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവർ വല്ല വിധേയനെയും എന്നോട് നിങ്ങൾ ക്ലേശിപ്പിക്കുന്ന കാരണം എന്നോട് പ്രാർത്ഥിച്ചാൽ, എന്നോട് നിലവിളിച്ചാൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതിന് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒരു ദിവസം വെള്ളത്തിന് വേണ്ടി വളരെ ദാഹിച്ചലഞ്ഞ ഒരു ഒട്ടകം ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ആ വഴിയിലൊരു സിംഹം നിൽക്കുന്ന കണ്ടപ്പോൾ വളരെ പേടിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, എനിക്ക് അല്പം വെള്ളം വേണം, വല്ലാതെ ദാഹിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ വെള്ളം കാണിച്ചു തരാം നിനക്ക്, വെള്ളം അവിടെ തണുത്ത വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പറഞ്ഞു, പക്ഷേ ഒരു പ്രോമിസ് ഉണ്ട്, പ്രോമിസ് നീ ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്ക് അല്പം മാംസം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഓക്കെ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി അതൊരു നദി കാണിച്ചു, നല്ല തണുത്ത വെള്ളം ഇഷ്ടംപോലെ കുടിച്ചു, അത് സമാധാനമായി. അപ്പോൾ സിംഹം പറഞ്ഞു, ഓർമ്മയുണ്ടോ, നീ എന്നോടൊരു പ്രോമിസ് ചെയ്തായിരുന്നു, എനിക്ക് മാംസം തരാമെന്ന് നീ ഏറ്റതാ, നീ എനിക്ക് മാംസം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ ഭയപ്പെട്ടു പോയി ഒട്ടകം ഭയപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് വല്ലാതെ ഭയമുണ്ടാകുന്നു. അപ്പോൾ ദൈവഭക്തനായ ഒരു മനുഷ്യൻ വരുന്നത് കണ്ടു. ആ മനുഷ്യൻ ചോദിച്ചു, എന്താ ഒട്ടകമേ, നീ ഒരു വലിയ മാനസിക പ്രയാസത്തിൽ നിൽക്കുന്ന പോലെ കാണുന്നു, നീ വല്ലാതെ വിഷമിക്കുന്നുവല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു സിംഹം തണുത്ത വെള്ളമൊക്കെ കാണിച്ചു തന്നു, കുടിച്ചു, ഞാൻ സമാധാനം പ്രാപിച്ചു. പക്ഷെങ്കിൽ ഇപ്പോൾ സിംഹം എന്നോട് പറയുന്നത്, എനിക്ക് മാംസം തരാമെന്ന് നീ പറഞ്ഞായിരുന്നു, അതെനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഇതിനോട് ചോദിച്ചു, നീ അങ്ങനെ പറഞ്ഞായിരുന്നോ? യെസ്, ഞാൻ മാംസം തരാമെന്ന് പറഞ്ഞായിരുന്നു, ബട്ട് ഞാൻ തീർന്നു പോകുമല്ലോ അതെൻ്റെ മാംസം കടിച്ചെടുത്താൽ. അപ്പോൾ ആ ദൈവഭക്തൻ പറഞ്ഞു, ഓക്കെ, നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തന്നെ ഈ ഒട്ടകം വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഈ മനുഷ്യനുമായിട്ട് ഈ സിംഹവും വന്ന് തൻ്റെ കഥ പറഞ്ഞു, എന്നോട് ഈ ഒട്ടകം പറഞ്ഞായിരുന്നു, വെള്ളം കാണിച്ചു തന്നാൽ ഞാൻ മാംസം തരാമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെയും കഥ കേട്ടിട്ട് മനുഷ്യൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് മാംസമല്ലേ വേണ്ടിയേ, നീ ഒരു കാര്യം ചെയ്യ്, ചോര കളയാതെ നിനക്ക് മാംസം എടുക്കാൻ പറ്റുമെങ്കിൽ മാംസം എടുത്തോളം പറഞ്ഞു. അങ്ങനെ ചിന്തിച്ചപ്പോൾ ചോര കളയാതെ സിംഹത്തിന് ഒരിക്കലും ഒട്ടകത്തിൽ നിന്ന് മാംസം എടുക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, അതെനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞ കാര്യം ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് മാനസാന്തരപ്പെട്ടു. അങ്ങനെ മാനസാന്തരപ്പെട്ടപ്പോൾ ആ ദൈവഭക്തനായ മനുഷ്യൻ സിംഹത്തിന് വേണ്ടുന്ന എല്ലാ ഫുഡും റെഡിയാക്കി അവിടെ കൊടുപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ സമാധാനമായി സിംഹം മാനസാന്തരപ്പെട്ടു. ഒട്ടകവും സിംഹവും തമ്മിൽ വളരെ യോജിപ്പുള്ളവരായി മാറി, നല്ല ഫ്രണ്ട്ഷിപ്പ്